നമസ്കാരം. ദക്ഷ ഗുഡ്രീഡ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോണ്ട ബേണിൻ്റെ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാളം എഡിഷനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു മോട്ടിവേഷണൽ ബുക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന തത്വത്തെ ഇത്രമാത്രം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ദ സീക്രട്ട് എന്ന ബുക്കിൻ്റെ പ്രത്യേകത. ഇതിൽ രഹസ്യം വിശദീകരിക്കാൻ പ്രഗത്ഭരായ വ്യക്തികളുടെ പ്രസ്താവനകളും തത്വങ്ങളും എടുത്തിട്ടുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമ്മളെ പുതിയ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്ന പുസ്തകം. രഹസ്യത്തിൻ്റെ ഡോക്യുമെൻ്ററി ഫിലിം ഇറക്കിയിട്ടുണ്ട്. എന്നാൽ വിഷ്വൽ റെപ്രസെൻറ്റേഷനേക്കാളും വായന നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. റോണ്ട ബേൺ വായനക്കാരന് ഈ രഹസ്യം കിട്ടിയിരിക്കണം എന്ന പൂർണ്ണ മനസ്സോടെയാണ് ഇത് രചിച്ചിരിക്കുന്നത്. എന്താണ് രഹസ്യം? നിങ്ങൾക്ക് എന്തെല്ലാം ഉന്നതികൾ നേടണമോ അതിനുള്ള രഹസ്യമാണിത്. നിങ്ങൾ നിങ്ങൾക്കുള്ളതിൽ എത്രമാത്രം കൃതജ്ഞതയുള്ളവനും നിങ്ങളുടെ ചിന്തകളിൽ സന്തോഷവാനായിരിക്കുകയും ചെയ്യുന്നു, അത്രമാത്രം നിങ്ങളെ ഈ രഹസ്യം സ്വാധീനിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി മാറും എന്നതാണ് രഹസ്യം പറയുന്നത്. അതിന് നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നു. ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതത്രയും നിങ്ങൾക്ക് ഇല്ലായ്മ വന്നു ചേരും. നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മനസ്സ് സന്തോഷം എന്ന വികാരം കൊണ്ട് നിറയ്ക്കുക. മനസ്സിൽ ദുഷിച്ച വികാരം ഉണർത്തുന്ന ചിന്തകളെ തടഞ്ഞ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകളിലേക്ക് മനസ്സിനെ എല്ലായ്പ്പോഴും കൊണ്ടുപോവുക. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 പടികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സൃഷ്ടിപ്രക്രിയ സഹായിക്കും. ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കുക. വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയുമാണ്. സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അതേ വികാരാനുഭവം അനുഭവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുക, നിങ്ങൾ ആഗ്രഹിക്കാത്തത് പ്രതീക്ഷിക്കാതിരിക്കുക. രോഗത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും. ചെറിയൊരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. മത്സരചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ദർശനങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും പറയുന്ന പോലെ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തു തന്നെ വേറെ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂവുമായി ഞാൻ വീണ്ടും വരും എന്ന വിശ്വാസത്തോടെ വിട.